ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. SNDDSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു മോഡൽ ഇതിപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു മോഡലാണ്. അതായത് 5.1 ഡോൾബി DTS ആംപ്ലിഫയർ നമ്മൾ ഈ ഒരു മോഡൽ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം കൂടുതലായിട്ടൊന്നും വിശദീകരിച്ച് ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു മോഡലാണ് നമ്മളുടെ ഈ ഒരു 5.1 ഈ ഒരു മോഡൽ. ഇതിൻ്റെ ഒരു മോഡൽ നമ്മൾ നമ്പർ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ SD700 എന്ന് പറയുന്ന മോഡലാണ് ഇതിൽ വരുന്നത്. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ ചാനലുകളും 100 വാട്ട്സും സബ് 200 വാട്ട്സുമാണ്. അതായത് സബിന് നമ്മൾ IRF 240 940യുടെ മോസ്ഫെറ്റ് ബോർഡും, അതായത് വിത്ത് ഫിൽറ്ററോട് കൂടിയ ബോർഡാണ് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ബോർഡാണ്. നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി, അതായത് നല്ല പഞ്ച് ബേസ് കിട്ടുന്ന ഒരു ബോർഡാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 5 ചാനലിൻ്റെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 52001943 ഓരോ ചാനലും 100 വാട്ട്സ് വെച്ച് കിട്ടുന്ന ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൊറോയ്ഡൽ ട്രാൻസ്ഫോമറാണ്. ഈ നമ്മളുടെ സബിനും അതേപോലെ തന്നെ നമ്മുടെ 5 ചാനലിനും വേണ്ടി 25025 10 ആംപിയറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പവർ സപ്ലൈയുടെ ഒരു സ്റ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10000 MFTയുടെ 63 വോൾട്ടിൻ്റെ 4 കപ്പാസിറ്റർ വെച്ചിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രിഡ്ജ് ഡയോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബക്ക് കൺവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ റിമോട്ട് കിറ്റിനും പിന്നെ ഈ FT003ക്കും വേണ്ടിയാണ് നമ്മൾ ഈ ഇവിടെ നിന്നും ആ ഒരു ബക്ക് കൺവെർട്ടർ വഴി 12 വോൾട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓഫ് ചെയ്യാം. ഈ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ 2 ആംപിയറാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നും ഇതിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ബക്ക് കൺവെർട്ടർ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബക്ക് കൺവെർട്ടർ എടുത്തിരിക്കുന്നത് ഈ കാണുന്ന ഫാനിനും പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ LED ലൈറ്റിനും വേണ്ടിയാണ് ഞാൻ ആ ഒരു ബക്ക് കൺവെർട്ടർ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് FT004 ആണ്, അതായത് ഫ്യൂടെക്കിൻ്റെ FT004. ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സോബാസ് എന്ന് പറയുന്നൊരു മോഡലാണ്. അതായത് ഇതിൽ തന്നെ ഓൾറെഡി ഒരു സബിൻ്റെ ഒരു ഫിൽറ്ററും കൂടെ ഇതിൽ വരുന്നുണ്ട്, അതായത് ഫിൽറ്ററിങ് സെക്ഷനും കൂടെ ചേർന്ന് വരുന്ന ഒരു മോഡലാണിത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് FT003 മിനി ഡീകോഡറാണ്. ഇതിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം HDMI ARC ഒപ്റ്റിക്കൽ കോയാക്സിൽ, ഇത്രയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വയറുകളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ നമ്മളുടെ ഈ ഏത് ആംപ്ലിഫയർ ചെയ്തെന്ന് പറഞ്ഞാലും അതിപ്പം ബഡ്ജറ്റ് ഉള്ളതാണെങ്കിലും ശരി അല്ലാത്തതാണെങ്കിലും ശരി, ചെയ്യുന്ന ആംപ്ലിഫയറിലെല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വയറുകൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വയറുകളൊക്കെ ഇത് നമ്മളുടെ ചാനലിന് വേണ്ടിയാണ്. ഇതൊക്കെ 0.5 വയറുകളാണ്. അതായത് 0.5 വയറിൽ DC വയറാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്യുവർ കോപ്പർ വയറാണ്. പിന്നെ സബിൻ്റെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 1.5ൻ്റെ വയറാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വയറുകളെല്ലാം നല്ല ക്വാളിറ്റി വയറുകൾ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു AC കോഡ്, അതായത് കമ്പ്യൂട്ടർ AC കോഡ് വിത്ത് ഫ്യൂസോട് കൂടിയ AC കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ എല്ലാ ചാനലുകളും 5 ചാനലും പ്ലസ് സബ് ഉൾപ്പെടെയുള്ള 6 ചാനലും നമ്മൾ ബനാന സോക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അക്രലിക് ഷീറ്റിലാണ് നമ്മളിവിടെ ഇതിൻ്റെ ഒരു ബാക്ക് പാനൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സെൻറ്റർ, സബ്, ഇങ്ങനെയാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ബാക്കിൽ ഒരു ഓക്സ് ഇൻപുട്ട് ഉണ്ട്, അതായത് ഓക്സ് 1 ഓക്സ് 2. പിന്നെ ഒരു സബിൻ്റെ പ്രീ ഔട്ട് ഓപ്ഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് കിട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ HDMI ARC, ഇത് ഇവിടെ കോയാക്സിലോ ഒപ്റ്റിക്കൽ, പിന്നെ ഒരു മാനുവലായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ബട്ടനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. കാണാത്തവർക്കായിട്ടാണ് ഞാൻ അത് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മാക്സിമം കോൾ ചെയ്യുക, വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കി കോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.